കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കേശവന് ഇത്രയേറെ സ്വത്ത് കിട്ടിയതിന്റെ പിന്നിൽ എന്തെങ്കിലും മറിമായം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാണ്. നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നറിയാമോ? ഈ അറബി ഇവൻ എവിടെ നിന്ന് കിട്ടി? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ബന്ധം എന്താ? തൊലി വെളുത്ത മകളുമായിട്ടുള്ള ബന്ധം തന്നെ. അനാവശ്യം പറയാതെടി. പിന്നെ എങ്ങാണ്ടോ കിടന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഈ സ്വത്തൊക്കെ വെറുതെ കൊടുക്കുവോ? അയാൾ ഒരു മന്ത്രവാദി കൂടിയാ. ഏതായാലും കൃഷ്ണൻകുട്ടി ഒരു കാര്യം ചെയ്യും, രഹസ്യമായിട്ടൊന്നും അവിടെ അവരെ പോയി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിട്ട് വരും. ആ അറബിയുടെ വെപ്പാട്ടിയാണോ അവളെന്ന് ആദ്യം അറിയേണ്ടത്. ഞാൻ ഇപ്പം തന്നെ പോയി വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരാം. പിന്നെ ആനത്തലയോളം പൊന്നു കൊണ്ടുവന്നാലും ശരി, കണ്ടവന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ ഞാൻ ഈ വീട്ടിൽ കേട്ടത്തില്ല. നീ പിടയ്ക്കാതെടി, മനുഷ്യൻ വെറുതെ അസൂയ പറഞ്ഞു വരും. എന്താ അളിയന്റെ പൊന്ന് കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയോ? ഏതായാലും കൃഷ്ണൻകുട്ടി വിവരങ്ങൾ അറിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. മക്കത്ത കപ്പല് വന്നെടുത്ത് പിന്നെ ചെല്ലിയ മോതിരം കൊണ്ടുവന്ന് ചെല്ലിയ മൗലി. കേട്ടില്ലേ അനന്തരമുള്ള വിശേഷം? ഇപ്പൊ വിശ്വാസമായോ? എങ്കിലും കേശവൻ ഇത്ര പരമനാറിയായി പോയല്ലോ. എന്തിനാ അയാളെ മാത്രം കുറ്റം പറയണ്ടേ? നിങ്ങളുടെ പെങ്ങളും അതിന് കൂട്ടു നിൽക്കുകയല്ലേ? അമ്പിളി അറബിയുടെ തോളെ കൈയും ഇട്ട് കെട്ടിപ്പിടിച്ച് കൊഞ്ചി കുഴഞ്ഞിങ്ങനെ പോകുന്ന കണ്ടപ്പം സത്യം പറയല്ലോ മുതലാളി, എന്റെ തൊലി ഉരിഞ്ഞു പോയി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, കേക്കട്ടെ. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ തേവിടിച്ച് എന്റെ മോനെ വേണ്ട. നേരെ മുതലാളി, എന്ത് കിട്ടിയാലും ആ ബന്ധുത നമുക്ക് വേണ്ട. നിന്റെ മകൻ അവളൊന്നും പറഞ്ഞ് ചാ നടക്കല്ലേ. ഈ കഥയൊന്നും രാജൻകുഞ്ഞറിഞ്ഞ് കാണത്തില്ല. ഞാൻ പറയാം അവനോട്, പിന്നെ അവൻ അവളെ തിരിഞ്ഞു നോക്കുമെന്ന് നമുക്കറിയാവല്ലോ. അമ്മ എന്തു പറഞ്ഞാലും ശരി, ഞാനിത് വിശ്വസിക്കില്ല. അമ്പിളി എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമെന്നും പറഞ്ഞോണ്ടിരുന്നു, നേരി കണ്ടവനാവെന്ന് പറഞ്ഞത്. എന്ത് കണ്ടെന്നാ പറയുന്നത്? ഇതൊക്കെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയുന്നത്? എടാ, ആ അറബി അവളെ വെച്ചോണ്ടിരിക്കുക. അനാവശ്യം പറയരുത്. കൈപ്പുണ്ണിന് എന്തിനാടാ കണ്ണാടി? നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ നേരിട്ട് പോയി അന്വേഷിച്ചോ. ആഹാ, എന്നാലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. രാജേട്ടാ, ഞാൻ കേട്ടതൊക്കെ നേരാണല്ലേ? എന്താ രാജേട്ടാ? ആരടി അറബി? അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ? അച്ഛന്റെയോ നിന്റെയോ? എന്ന് തുടങ്ങിയടി ഈ കൂട്ട്? രാജേട്ടാ, അപ്പോ നിങ്ങൾ ഇങ്ങനെ പണം ഉണ്ടാക്കിയിരിക്കുന്നല്ലേ? രാജേട്ടനെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സത്യം എന്താണെന്ന് അറിയാമോ? അറിയാം, ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. കൂടുതലൊന്നും അറിയണമെന്നുമില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഈ പണം തെറ്റായ മാർഗത്തിൽ ഉണ്ടാക്കിയതല്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? അത് പറയാൻ മടിയുണ്ടല്ലേ? ആ അറബി ആരാണെന്ന് ഈ പണമൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയണം. അറിയാത്തടത്തോളം കാലം ഞാനും നീയുമായി ഒരു ബന്ധവുമില്ല. രാജേട്ടാ, എന്നെ വിടൂ. പത്തും പലതൊന്നും നമുക്കില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നത്? ഇവിടെയൊക്കെ വലുതാണോ നിങ്ങൾക്ക് ആ അറബി? മനസ്സിലായില്ല. ഈ അപവാദം സഹിച്ചുകൊണ്ട് ഇനി ആ മനുഷ്യനെ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. എടീ നന്ദി കെട്ടവളെ, നീ എവിടെ നിന്നാണ് ഇത് ചോദിച്ചതെന്നറിയാവോ? ആ നല്ല മനുഷ്യൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കൊട്ടാരത്തിൽ പൊന്നും പണവും വന്നപ്പോൾ നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ? എനിക്കെന്റെ മകളാ വലുത്. നിങ്ങളുടെ അറബി മൂലം അവളുടെ വിവാഹം മുടങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളാളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നീ എന്തു പറഞ്ഞു? അവരെ അടിക്കരുത്. എന്നോട് ക്ഷമിക്കണം. ഈ നന്ദി കെട്ടവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. സാരമില്ല. നൂറ്റാണ്ടുകളായിട്ട് ഞാൻ സമുദ്രത്തിന്റെ അടിയിലായിരുന്നു. ഈ ലോകത്തെ മനുഷ്യന്റെ പകയെയും വിദ്വേഷത്തെയും കുറിച്ച് എനിക്കൊരറിവുമില്ലായിരുന്നു. ഞാനൊരു അമ്മയാണ്. എന്റെ മകളെ പറ്റി ആളുകൾ അപവാദം പറയുന്നത് കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ക്ഷമിക്കൂ. നിങ്ങളുടെ സന്തോഷം മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അങ്ങ് എന്നെ വിട്ടു പോവാണോ? അതൊരിക്കലും സാധ്യമല്ല. നിങ്ങളാണ് എനിക്ക് മോചനം നൽകിയത്. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ അരൂപിയായിട്ടാണെന്ന് മാത്രം. ചങ്ങാതി, ഇതാ ഈ മോതിരം വിരലിലിട്ടോളൂ. എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഈ മോതിരത്തിന്റെ കല്ലിൽ ചുംബിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം, എന്റെ ശക്തി മുഴുവൻ ഞാൻ ഈ മോതിരത്തിൽ സംഭരിച്ചിരിക്കുകയാണ്. ഇത് കൈമോശം വരാതെ സൂക്ഷിക്കണം. മോതിരം മറ്റാരുടെ കയ്യിൽ പോയാലും ഞാൻ അയാൾക്കടിമയായി തീരുന്നതാണ്. എന്താ ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എന്റെ മോള് സന്തോഷമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. വാ മോളെ,
നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്രയ്ക്ക് വിദ്യയാണ്. ആ അറബിയെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് പുതിയൊരു കെട്ടുകഥയുമായിട്ട് വന്നിരിക്കുന്നു. അയാൾ ഒളിവിലാണെങ്കിലും വരുമാനത്തിന് കുറവൊന്നുമില്ലല്ലോ. രാജേട്ട് ഇത്ര ക്രൂരനാണോ? അറബിയുടെ വേഷത്തിൽ വന്നത് ഒരു ഭൂതമാണ്. അയാൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പോകുന്നതിന് മുൻപ് ഒരു മോതിരം അച്ഛന് കൊടുത്തിട്ടാണ് അയാൾ പോയത്. അത് ചുംബിച്ചാൽ ഉടനെ ഭൂതം വരും. ഭൂതം, തേങ്ങാക്കൊല, ഈ വേലയൊന്നും എന്നോട് വേണ്ട. രാജേട്ട, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിച്ചു. മോളെ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇക്കാലത്ത് മോതിരത്തിന്റെയും ഭൂതത്തിന്റെയും കഥയൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലെങ്കിൽ ഞാൻ ആ മോതിരം എടുത്തിട്ട് വരാം. അതിനാൽ മോതിരം നീ എടുത്തിട്ട് വാ. ഞാനത് പരിശോധിച്ചിട്ട് നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് കല്യാണം ഉടനെ അങ്ങ് നടത്താം. മോള് പോയി അതിന് എത്തണ്ട.